നിലവിലുള്ള ബെസ്റ്റ് വിക്കറ്റ് കീപ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ജോസ് ബട്ട്ലർ, ഋഷഭ് പന്ത്, KL രാഹുൽ, ഡീകോക്ക്, ഇഷാൻ കിഷാൻ എന്നിവരാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്. ഇതിൽ ഏറ്റവും ഫേവേർഡ് ഓപ്ഷൻസ് ഋഷഭ് പന്തോ ഇഷാൻ കിഷാനാണ്. കാരണം ഇവർ ഇന്ത്യൻ പ്ലേയേഴ്സ് തന്നെ ആയതുകൊണ്ട് ഒരു എക്സ്ട്രാ ഓവർസീസ് സ്ലോട്ട് കൂടി അവിടെ ലഭ്യമാവും. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഓപ്ഷനിൽ വൺ ഡിമാൻഡാണ് ഉണ്ടാകാൻ പോകുന്നത്. പഞ്ചാബ്, ഡൽഹി, രാജസ്ഥാൻ, മുംബൈ എന്നീ ടീമുകൾക്ക് ഒരു വിക്കറ്റ് കീപ്പർ എന്തായാലും ആവശ്യമാണ്. അപ്പോൾ അവർ നല്ലൊരു ഹ്യൂജ് പേഴ്സ് ഉള്ളതുകൊണ്ട് എന്തായാലും ഇവർക്കായിട്ട് വൻ രീതിയിൽ തന്നെ ബിഡ് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ KL രാഹുലിനെ തന്നെയാവും RCB ചൂസ് ചെയ്യാൻ സാധ്യത. കാരണം നിലവിൽ കോഹ്ലിക്ക് ഒരു ഓപ്പണിംഗ് പാർട്ട്ണറായി പെർഫെക്റ്റായി സ്യൂട്ട് ചെയ്യാൻ രാഹുലിന് പറ്റും. അങ്ങനെയാൽ രാഹുൽ, കോഹ്ലി ഓപ്പണിംഗ്, പിന്നെ രാജത്ത് പടിത്തർ വൺ ഡൗൺ ആയിട്ട് വന്നാൽ ടോപ്പ് 3 വളരെ റിലയൻ്റ് ആവും. ഇനി RCBക്ക് ആവശ്യം പ്രഷർ സിറ്റുവേഷൻസൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു 4 അല്ലെങ്കിൽ 5 പൊസിഷൻ ബാറ്റർ, പിന്നെ ഒരു ഗുഡ് ഫിനിഷറെയാണ്. ശ്രേയസ് അയ്യർ, ഡേവിഡ് മില്ലർ, ഗ്ലെൻ മാക്സ്വെൽ, അഭിനവ് മനോഹർ, നെഹാൽ വധേര, വിജയ് ശങ്കർ, അനുജ് റാവത്ത്, ഡാരൽ മിച്ചൽ, ലിയാം ലിവിങ്സ്റ്റൺ, വെങ്കടേഷ് അയ്യർ, മാർക്കസ് സ്റ്റോയിനിസ്, ഫിൽ സാൾട്ട്, വിൽ ജാക്സ് എന്നിവരാണ് ഓപ്ഷൻസായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ മാക്സ്വെൽ, വിൽ ജാക്സ് എന്നിവർ കഴിഞ്ഞ സീസൺ RCBക്ക് വേണ്ടി നന്നായി പെർഫോം ചെയ്തവരാണ്. കൂടാതെ രണ്ടുപേരും സ്പിൻ ഓപ്ഷൻ കൂടി നൽകുന്നതുകൊണ്ട് ഇവർക്ക് വേണ്ടി ബിഡ് ചെയ്യുന്നതായിരിക്കും RCBക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ. ഇനി നമ്പർ 6 RCBയുടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഡേവിഡ് മില്ലറാണ്. ഒരു ഹൈ ബിഡ് പോകാൻ സാധ്യതയില്ലാത്ത ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ മില്ലർ തന്നെയാണ്. കാരണം RCBക്ക് ബോളർമാർക്ക് വേണ്ടി ക്യാഷ് റിസർവ് ആക്കി വെച്ചേ പറ്റും. നിലവിൽ യശ് ദയാൽ മാത്രമാണ് RCBക്കുള്ള ബോളിംഗ് ഓപ്ഷൻ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു അണ്ടർ 6 crores വരുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ബൈ തന്നെയായിരിക്കും മില്ലറിന് വാങ്ങാൻ സാധിച്ചാൽ RCBക്ക് കിട്ടുക. പിന്നെ എല്ലാ വർഷവും RCBയുടെ വീക്ക്നെസ് അവരുടെ ബോളേഴ്സ് തന്നെയാണ്. ഈ വർഷമെങ്കിലും ഒരു പവർഫുൾ ബോളിംഗ് ലൈനപ്പ് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ IPL ട്രോഫി എന്ന RCBൻ്റെ ലക്ഷ്യം നിറവേറില്ല. ബെസ്റ്റ് ബോളിംഗ് ഓപ്ഷൻ ഏതെല്ലാമെന്ന് നോക്കാം. ചിന്നസ്വാമിയിൽ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ബോളർ ചഹൽ തന്നെയാണ്. അപ്പോൾ RCBക്ക് എന്തായാലും ചഹലിന് വേണ്ടി ബിഡ് ചെയ്തേ പറ്റൂ. RCB ചഹലിനെ റിലീസ് ചെയ്തത് തന്നെ വലിയൊരു തെറ്റാണ്. കാരണം ചിന്നസ്വാമിയിൽ ഇത്രയും നന്നായി വേറൊരു സ്പിന്നറും പെർഫോം ചെയ്തിട്ടില്ല. റബാഡാണ് അടുത്ത ബെസ്റ്റ് ഓപ്ഷൻ. കൂടാതെ സ്പിൻ ഓൾറൗണ്ടറായിട്ട് കൃണാൽ പാണ്ഡ്യയെ കൂടി ബൈ ചെയ്യാൻ സാധിച്ചാൽ മികച്ചൊരു ബോളിംഗ് ലൈനപ്പിനെ RCBക്ക് സ്വന്തമാക്കാം.